നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആനന്ദ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ കൂടി നേടുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. നന്മയുടെ പൂവിളിയുമായി ഇന്ന് തിരുവോണം. സദ്യയും കാഴ്ചവട്ടവുമായി ഓണത്തിരക്കിലാണ് മലയാളികൾ. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകൾ ഒരുക്കി ഇന്ന് പൊൻതിരുവോണം ആഘോഷിക്കുന്നു. ഉത്സവദിനത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. പൂക്കളവും ഓണക്കോടിയും തിരുവോണ സദ്യയും കാഴ്ചവട്ടങ്ങളുമൊക്കെയായി നാടെങ്ങും ആഘോഷം. പ്രവാസികളും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. സാംസ്കാരിക സംഘടനകളും ക്ലബ്ബുകളുടെ നേതൃത്വത്തിലും പരമ്പരാഗത ഓണക്കളികൾ. യൂറോപ്യൻ യൂണിയന്റെ പദ്ധതികളിൽ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം അഥവാ എറ്റിയാസ് പ്രാബല്യത്തിൽ വരുന്നു. ഷെൻജൻ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ പൗരന്മാർ അല്ലാത്തവർക്ക് ആവശ്യമായി വരുന്ന ഓൺലൈൻ പെർമിറ്റാണ് എറ്റിയാസ്. പദ്ധതി നടപ്പിലാക്കുക യൂറോപ്യൻ ബോർഡർ ആൻഡ് കോസ്റ്റ് ഗാർഡ് ഏജൻസിയായ ഫ്രണ്ടക്സ്. ഇത് ബാധകമാവുക യൂറോപ്യൻ യൂണിയൻ സന്ദർശിക്കുന്നതിന് വിസ ആവശ്യമില്ലാത്ത 59 രാജ്യങ്ങളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നുമുള്ളവർക്ക്. UK-യിൽ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ജോലി ചെയ്യുന്ന 350-ലധികം ജീവനക്കാർ 24 മണിക്കൂർ പണിമുടക്കിലേക്ക് നീങ്ങി. NHS ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട 4 ആശുപത്രികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നഴ്സുമാർ, ക്ലിനിക്കൽ സപ്പോർട്ട് വർക്കർമാർ, ഹൗസ് കീപ്പർമാർ എന്നിവർ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് പണിമുടക്കുന്നത്. ഓവർ ടൈം ഷിഫ്റ്റുകളിൽ പുറത്തുനിന്നുള്ള ഏജൻസി വഴി NHS പ്രൊഫഷണലുകളുടെ സഹായം തേടുന്ന ട്രസ്റ്റിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. 24 മണിക്കൂർ നേരത്തെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് സാൽഫോർഡ് റോയൽ ഓൾഡാം, റോച്ച്ഡെയിൽ ഇൻഫർമറി, ഫ്രെയിൽഫീൽഡ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ജീവനക്കാർ. ഇംഗ്ലണ്ടിൽ കോവിഡ് മഹാമാരിക്ക് ശേഷം വിഷാദരോഗവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 2025-ൽ 7-ൽ ഒരാൾക്ക് വീതം ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചതായി കണക്കുകൾ. 12 മാസത്തിനിടെ 91 ലക്ഷം രോഗികൾക്ക് ആൻറ്റി ഡിപ്രസൻറ്റുകൾ നിർദ്ദേശിച്ചതായും 5 വർഷം മുമ്പുള്ളതിനെ അപേക്ഷിച്ച് 15% വർധന രേഖപ്പെടുത്തിയതായും റിപ്പോർട്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വിഷാദരോഗം കണ്ടെത്തപ്പെടാനും ആൻറ്റി ഡിപ്രസൻറ്റുകൾ നിർദ്ദേശിക്കപ്പെടുവാനും ഏകദേശം ഇരട്ടി സാധ്യതയെന്ന കണ്ടെത്തൽ. ഇറാന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കുക എന്ന് ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ കടുത്ത ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ച അമേരിക്ക. പുതിയ നീക്കത്തിന്റെ ഭാഗമായി ഇറാനുമായി ബന്ധപ്പെട്ട ഏകദേശം 60 വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കപ്പലുകൾ എന്നിവയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ഡോളർ അടിസ്ഥാനമാക്കിയുള്ള ധനകാര്യ വ്യവസ്ഥിതിയിൽ നിന്ന് പുറത്താക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസൺ. തങ്ങളുടെ സാമ്പത്തിക ദേശീയ താൽപ്പര്യങ്ങൾക്ക് ഭീഷണി ഉണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ. അമേരിക്കയിൽ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന H-1B വിസ അപേക്ഷകൾക്ക് 98 ലക്ഷം രൂപ അധിക ഫീസ് ഏർപ്പെടുത്താൻ അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ വകുപ്പ്. US സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദമോ അഡ്വാൻസ്ഡ് ഡിഗ്രി എക്സെപ്ഷൻ വിഭാഗത്തിലെ അപേക്ഷകർക്കും അധിക ഫീസ് ബാധകമാകും. സുരക്ഷാ പരിശോധന, ഫെഡറൽ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുണ്ടാകുന്ന ചിലവ് തിരിച്ചുപിടിക്കുവാനാണ് ഫീസ് ഏർപ്പെടുത്തുന്നതെന്ന് മന്ത്രാലയം. $880 കോടി വരുമാനം ലഭിക്കുമെന്ന് അധികൃതർ. പുതിയ തീരുമാനം കൂടുതലായി ബാധിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകളെ. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നാഗ്പൂരിലെ പ്രസംഗം ചില ചാനലുകൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തുവെന്ന് മന്ത്രിയുടെ ഓഫീസ്. പ്രസംഗം വലിയ ചർച്ചയായത് മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗഡ്കരിക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ. യുവതലമുറ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും തനിക്കിനിയും ഒരുപാട് ജോലി ചെയ്യാൻ കഴിയില്ലെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞത് രാഷ്ട്രീയ പ്രസ്താവനയായി തെറ്റായി ചിത്രീകരിച്ചുവെന്ന് മന്ത്രിയുടെ ഓഫീസ്. രാഷ്ട്രീയവുമായി ഈ പ്രസംഗത്തിന് ബന്ധമില്ലെന്നും ട്രസ്റ്റിൻ്റെ ചുമതലകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിനെക്കുറിച്ചാണ് മന്ത്രി സംസാരിച്ചതെന്നും ഓഫീസ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ വൻ പ്രതിഷേധവുമായി UDF. മലബാറിലെ MP-മാർ തിരുവോണ ദിവസം നിരാഹാരമിരിക്കുന്നു. ഡിവിഷൻ വിഭജനത്തിന് പിന്നിൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തിയ നീക്കമാണെന്ന് UDFൻ്റെ ആരോപണം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ റെയിൽവേ ബോർഡിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തത് എന്ന് മുഖ്യമന്ത്രി. റെയിൽവേക്ക് വരുമാനം കുറയില്ല എങ്കിലും കേരളത്തിന് തിരിച്ചടിയും. പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലുമാകും. നന്മയുടെ പൂവിളിയുമായി ഇന്ന് തിരുവോണം. സദ്യയും കാഴ്ചവട്ടവുമായി ഓണത്തിരക്കിലാണ് മലയാളികൾ. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകൾ ഒരുക്കി ഇന്ന് പൊൻതിരുവോണം ആഘോഷിക്കുകയാണ്. ഉത്സവദിനത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പൂക്കളവും ഓണക്കോടിയും തിരുവോണ സദ്യയും കാഴ്ചവട്ടങ്ങളും ഒക്കെയായി നാടെങ്ങും ആഘോഷത്തിലാണ്. പ്രവാസികളും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമൊക്കെ തിരുവോണപ്പുലരിയിൽ സ്വന്തം കുടുംബത്തോടൊപ്പം ഒത്തുചേരാനായി എത്തിച്ചേർന്നു കഴിഞ്ഞു. സംസ്ഥാനത്തുടനീളം വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. മാത്രമല്ല സാംസ്കാരിക സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ പരമ്പരാഗത ഓണക്കളികളടക്കം പലയിടത്തും. ഓണം മലയാളികൾക്ക് ആഘോഷം മാത്രമല്ല, ആചാരങ്ങളും കൂടി ഒത്തുചേർന്നതാണ്.
തിരുവോണ നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണ വിഭവങ്ങളുമായിട്ടാണ് തിരുവോണത്തോണിയുടെ വരവും. ഇങ്ങനെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ ചേർന്നതാണ് തിരുവോണം. ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണവിഭവങ്ങളുമായിട്ടാണ് തിരുവോണത്തോണിയൊക്കെ എത്താറുള്ളത്. അതുമാത്രമല്ല, അതേസമയം തിരുവോണ ദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടതും. കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇന്ന് വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഒക്കെ കൂടി ചേർന്നിട്ടായിരുന്നു ഗുരുവായൂരപ്പന് നേദ്യം അർപ്പിച്ചിരുന്നത്. പുലർച്ചെ 4:30 ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നിരുന്നു. അതിനുശേഷമായിരുന്നു 10,000 പേർക്ക് വിശേഷാൽ പ്രസാദ ഊട്ട് അടക്കമുള്ള കാര്യങ്ങളും നടന്നിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണാശംസകൾ നേർന്നിരിക്കുന്നു. ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാ മലയാളികളുടെയും ഒത്തൊരുമയുടെ ആഘോഷമാണ് ഓണമെന്ന് മുഖ്യമന്ത്രി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. അതിജീവനത്തിന് പ്രേരണ നൽകുകയും ആത്മവിശ്വാസം പകരുകയും പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവ് നൽകുകയും ചെയ്യുന്നതാണ് ഓരോ ഓണാഘോഷങ്ങളുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിച്ച പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എങ്കിലും അവയെ അതിജീവിക്കുവാനുള്ള കരുത്തും ആത്മവിശ്വാസവും ആഘോഷങ്ങളിലൂടെ നേടാൻ നമുക്ക് കഴിയണമെന്നും സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും മുഖ്യമന്ത്രി ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു. കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. ഓണം സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് മോദി പറഞ്ഞു. സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിലൂടെയാണ് മോദി ആശംസകൾ അറിയിച്ചത്. മാത്രമല്ല, ഓണാശംസകൾ നേർന്നുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും രംഗത്തെത്തി. യൂറോപ്യൻ യൂണിയൻ്റെ പദ്ധതികളിൽ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള അടുത്ത ഘട്ടം യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം അഥവാ ETIAS അത് പ്രാബല്യത്തിൽ വരുന്നു. ഷെൻജൻ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ പൗരന്മാരല്ലാത്തവർക്ക് ആവശ്യമായി വരുന്ന ഓൺലൈൻ പെർമിറ്റാണ് ഈ ETIAS എന്ന് പറയപ്പെടുന്നത്. യൂറോപ്യൻ ബോർഡർ ആൻഡ് കോസ്റ്റ് ഗാർഡ് ഏജൻസിയായിട്ടുള്ള ഫ്രണ്ടെക്സ് ആയിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക. എന്നാൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിട്ടുള്ള EU എൻട്രി എക്സിറ്റ് സിസ്റ്റത്തെ, അതായത് EES ആശ്രയിച്ചായിരിക്കും ഇത് പ്രവർത്തിക്കുക എന്നുകൂടി പറയുന്നു. ETIAS പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നതോടെ ബ്രിട്ടൻ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയനിൽ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഷെൻജൻ മേഖലയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപായി എല്ലാ വിവരങ്ങളും കൈമാറേണ്ടതായി വരും. അതുവഴി നിങ്ങൾ അതിർത്തിയിലെത്തുമ്പോൾ തന്നെ നിങ്ങൾ ആരാണ് എന്ന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിക്കുവാൻ അർഹതയില്ലാത്തവരാണെങ്കിൽ മടക്കി അയക്കുകയും ചെയ്യും. യൂറോപ്യൻ യൂണിയൻ സന്ദർശിക്കുന്നതിന് വിസ ആവശ്യമില്ലാത്ത 59 രാജ്യങ്ങളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നുള്ളവർക്കായിരിക്കും ഇത് ബാധകമാവുക. അമേരിക്കയുടെ എസ്റ്റാ പദ്ധതിക്ക് സമാനമായ അതിർത്തിയിലെ നിയന്ത്രണം കൂടുതൽ കർശനമാക്കുന്ന ഒരു ഓൺലൈൻ പെർമിറ്റ് സിസ്റ്റമാണ് ഇത്. മാത്രമല്ല, 17 പൗണ്ട് യൂറോ ഇതിൻ്റെ നിരക്ക് എന്ന് പറയപ്പെടുന്നത്. ഒരിക്കലെടുത്താൽ 3 വർഷം വരെയോ അതല്ലെങ്കിൽ പാസ്പോർട്ട് കാലഹരണപ്പെടുന്നതിന് 3 മാസം മുമ്പ് വരെയോ ഏതാണ് ആദ്യം എത്തുക അതുവരെ ഈ പെർമിറ്റിന് സാധ്യത ഉണ്ടായിരിക്കും. 180 ദിവസങ്ങളിൽ ഏതെങ്കിലും 90 ദിവസം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ബ്രിട്ടീഷ് പൗരന്മാർക്കും ETIAS ട്രാവൽസ് ഓതറൈസേഷൻ അത്യാവശ്യമാണ്. യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ 6 മാസം കഴിഞ്ഞായിരിക്കും ETIAS പ്രാബല്യത്തിൽ വരിക. 2026 അവസാന പാദത്തിൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് നേരത്തെ യൂറോപ്യൻ യൂണിയൻ അറിയിച്ചിരുന്നുവെങ്കിലും കൃത്യമായ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇത് ഈ വർഷം പ്രാബല്യത്തിൽ വരുമെന്ന് കരുതാൻ ആകില്ല. അതായത് ചുരുങ്ങിയത് 2027 വരെയെങ്കിലും ETIAS ആവശ്യമായി വരില്ല എന്ന് ചുരുക്കം. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ജോലി ചെയ്യുന്ന 350-ലധികം ജീവനക്കാർ 24 മണിക്കൂർ പണിമുടക്കിലേക്ക് നീങ്ങിയതോടെ ഒരു പ്രധാനപ്പെട്ട NHS ട്രസ്റ്റ് അവരുടെ കീഴിലുള്ള 4 ആശുപത്രികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നഴ്സുമാർ, ക്ലിനിക്കൽ സപ്പോർട്ട് വർക്കർമാർ, ഹൗസ് കീപ്പർമാർ എന്നിവർ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് പണിമുടക്കുന്നത്. സാൽഫോർഡ് റോയൽ ഓൾഡാം, കൂടാതെ റോസ്ഡെയിൽ ഇൻഫർമറി, ബറിയിലെ ഫെയർഫീൽഡ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ജീവനക്കാരാണ് ആഗസ്റ്റ് 24, 26, 28 തീയതികളിൽ 24 മണിക്കൂർ നേരത്തെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലും ഇതേ 4 ആശുപത്രികളിലെ ജീവനക്കാർ സമാനമായ രീതിയിൽ സമരം ചെയ്തിരുന്നു. ഓവർ ടൈം ഷിഫ്റ്റുകളിൽ പുറത്തുനിന്നുള്ള ഏജൻസി വഴി NHS പ്രൊഫഷണലുകളുടെ സഹായം തേടുന്ന ട്രസ്റ്റിനെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു സമരം. ഈ രീതി തുടരുന്നതിനാൽ ചില ജീവനക്കാർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഷിഫ്റ്റ് നിരക്കിനേക്കാൾ കുറവ് വേതനം മാത്രമാണ് ലഭിക്കുന്നതെന്ന് ജീവനക്കാരുടെ യൂണിയനായ യൂണിസെൻ കുറ്റപ്പെടുത്തുന്നു. ഇതുവഴി ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമ്പോൾ ജീവനക്കാർക്ക് ഒരു ഷിഫ്റ്റിന് 80 പൗണ്ട് വരെ നഷ്ടമുണ്ടാകുന്നു എന്നും അവർ കുറ്റപ്പെടുത്തുന്നു. നേരത്തെ തർക്കപരിഹാരത്തിനായി ട്രസ്റ്റ് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ അത് അവർ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇത് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വ ഗുണമില്ലായ്മയാണോ എന്ന് കാണിക്കുന്നത് എന്ന് യൂണിയൻ കുറ്റപ്പെടുത്തുകയാണ്.
തൊഴിൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത് എന്നും യൂണിസൺ റീജിയണൽ ഓർഗനൈസേഷൻ കെവിൻ സോളൻ ചൂണ്ടിക്കാട്ടുന്നു. നോർത്തേൺ കെയർ അലയൻസ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആണ് ഈ 4 ആശുപത്രികളുടെയും നടത്തിപ്പുകാർ. തിയേറ്റർ ജീവനക്കാർക്ക് മറ്റ് വിഭാഗങ്ങളിലെ സമാനമായിട്ടുള്ള തലത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെക്കാൾ കൂടുതൽ തുക അധിക സമയ ജോലിക്ക് ലഭിച്ചിരുന്നതായി ട്രസ്റ്റ് പറയുന്നു. എന്നാൽ എല്ലാ ജീവനക്കാരെയും ഇക്കാര്യത്തിൽ തുല്യതയോടെയും സുതാര്യതയോടെയും പരിഗണിക്കാനാണ് ഇപ്പോൾ ട്രസ്റ്റ് ശ്രമിക്കുന്നത് എന്നും അവർ പറഞ്ഞു. കോവിഡ് മഹാമാരിക്ക് ശേഷം വിഷാദരോഗവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ വർഷം 7-ൽ ഒരാൾക്ക് വീതം ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചതായാണ് കണക്കുകൾ. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് മരുന്നുകളുടെ ഉപയോഗത്തിലും വൻ വർധന രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ 12 മാസത്തിനിടെ 91 ലക്ഷം രോഗികൾക്ക് ആൻറ്റി ഡിപ്രസൻറ്റുകൾ നിർദ്ദേശിച്ചതായാണ് കണക്ക്. 5 വർഷം മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ഇത് 15% വർധനവാണ്. കഴിഞ്ഞ വർഷമാകെ 9.6 കോടി ആൻറ്റി ഡിപ്രസൻറ്റ് പ്രിസ്ക്രിപ്ഷൻ ഇനങ്ങൾ വിതരണം ചെയ്തു. 5 വർഷം മുമ്പ് 7.94 കോടിയായിരുന്നു. ആൻറ്റി ഡിപ്രസൻ്റ് ഉപയോഗത്തിൽ മേഖലകൾക്കിടയിലും വലിയ വ്യത്യാസമുണ്ട്. നോർത്ത് കുംബ്രിയ, സൗത്ത് യോർക്ക്ഷയർ മേഖലകളിലാണ് ഉപയോഗനിരക്ക് ഏറ്റവും ഉയർന്നത്. ലണ്ടനിലെ സമ്പന്ന മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില പ്രദേശങ്ങളിൽ മരുന്നുപയോഗം ഏകദേശം ഇരട്ടിയാണ്. സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഏറ്റവും സമ്പന്നമായ മേഖലകളിലുള്ളവരെക്കാൾ ഏകദേശം 1/3 അധികം ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകൾ നിർദ്ദേശിക്കപ്പെട്ടതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് കുംബ്രിയ ഇൻ്റഗ്രേറ്റഡ് കെയർ ബോർഡിന് കീഴിലാണ് ഏറ്റവും ഉയർന്ന ഉപയോഗ നിരക്ക് രേഖപ്പെടുത്തിയത്. ഇവിടെ 1000 പേരിൽ 200 പേർക്ക് വീതം ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകൾ നിർദ്ദേശിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം ആൻറ്റി ഡിപ്രസൻറ്റുകൾ ലഭിച്ചവരിൽ 59 ലക്ഷം പേർ സ്ത്രീകളായിരുന്നു. ഇത് ആകെ രോഗികളുടെ 65%. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വിഷാദ രോഗം കണ്ടെത്തപ്പെടാനും ആൻറ്റി ഡിപ്രസൻറ്റുകൾ നിർദ്ദേശിക്കപ്പെടുവാനും ഏകദേശം ഇരട്ടി സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ. ബ്രിട്ടനിൽ നിയമവിധേയമായി സ്ഥിരതാമസമാക്കിയിരിക്കുന്ന യുവതി ഹോം ഓഫീസിൻ്റെ പോസ്റ്റ് ബ്രെക്സിറ്റ് വിസ സിസ്റ്റത്തിലെ പിഴവ് കാരണം സ്പാനിഷ് വിമാനത്താവളത്തിൽ കുടുങ്ങി. ബ്രിട്ടൻ്റെ ഈ വിസ സിസ്റ്റം ഇവരുടെ ഇരട്ട സഹോദരിയായി തെറ്റിദ്ധരിച്ചതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇമിഗ്രേഷൻ സിസ്റ്റം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന ഈ വിസയിലെ അറിയപ്പെടുന്ന ഒരു സാങ്കേതിക പിഴവാണ് ഇവിടെ വില്ലനായതും നദിയ വെബ് എന്ന യുവതിയെ പ്രതിസന്ധിയാക്കിയതും. കഴിഞ്ഞ 8 വർഷക്കാലമായി ബ്രിട്ടനിൽ താമസിക്കുന്ന വെബിൻ്റെ ഡിജിറ്റൽ സെറ്റിൽഡ് സ്റ്റാറ്റസ് ഇവരുടെ ഇരട്ട സഹോദരിയുടെ വിവരങ്ങളുമായി ബന്ധിക്കപ്പെട്ടതായിരുന്നു കാരണം. അതായത് ഇവരുടെ സ്റ്റാറ്റസ് ഇവരുടെ ഐഡൻറ്റിറ്റിയുമായി പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിലേക്കുള്ള വിമാനത്തിൽ കയറാൻ ഇവർക്ക് കഴിയില്ല എന്നതായിരുന്നു ഇവരെ അറിയിച്ചിരുന്നത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന് ഹോം ഓഫീസ് ഉറപ്പു നൽകിയെങ്കിലും അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശം അയച്ചത് വെബിൻ്റെ ഇരട്ട സഹോദരിക്കായിരുന്നു. പിന്നീട് വിമാനത്തിൽ കയറാൻ അനുമതി നൽകുന്നതുവരെ പ്രശ്നം പരിഹരിച്ചതായി ഇവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇംഗ്ലണ്ടിൽ ഭവന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത 10 വർഷത്തിനിടെ 70,000-ലധികം വീടുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതിയുടെ ആദ്യഘട്ട ധനവിനിയോഗം സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനായി ഏകദേശം £10 ബില്യൺ അനുവദിക്കും. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ, വെസ്റ്റ് മിഡ്ലാൻഡ്സ്, വെസ്റ്റ് യോർക്ക്ഷയർ, സൗത്ത് യോർക്ക്ഷയർ, നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്, ലിവർപൂൾ മേഖലകൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ ധനസഹായം ലഭിക്കുക. ലണ്ടനായി £6 ബില്യൺ കൂടി അനുവദിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ £39 ബില്യൺ സാമൂഹിക ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. രാജ്യത്തുടനീളം അടുത്ത 10 വർഷത്തിനുള്ളിൽ 3 ലക്ഷം സാമൂഹികവും താങ്ങാനാവുന്നതുമായിട്ടുള്ള വീടുകൾ നിർമ്മിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ആൻഡി ബേൺഹാം ഇംഗ്ലണ്ടിനായി അനുവദിച്ച £39 ബില്യൺ മുഴുവൻ തുകയും സാമൂഹിക വാടക വീടുകൾക്കായി മാത്രം ചെലവഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ വീടുകളിൽ 60% സാമൂഹിക വാടക വീടുകളായിരിക്കും. മാർക്കറ്റ് വാടകയുടെ ഏകദേശം പകുതി നിരക്കിലാണ് സാമൂഹിക വാടക വീടുകളുടെ വാടക നിശ്ചയിക്കുന്നത്. ഇത്തരം വീടുകൾക്ക് അർഹത നേടുന്നതിനായിട്ട് കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളുമുണ്ട്. ഒരു കുട്ടിയും ഹോസ്റ്റൽ മുറിയിൽ വളരേണ്ട സാഹചര്യമുണ്ടാകരുത്. സ്വന്തം വീടിനായി ഒരു കുടുംബവും 10 വർഷം കാത്തിരിക്കേണ്ടതില്ല. നല്ലൊരു വീടിലാണ് എല്ലാത്തിൻ്റെയും തുടക്കമെന്ന് താൻ ഈ സ്ഥാനത്തെത്തിയ ആദ്യ ദിവസം മുതൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പ്രധാനമന്ത്രി ബേൺഹാം പറയുന്നു. സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ ഭവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റികൾ സ്വാഗതം ചെയ്തുവെങ്കിലും നിലവിലെ ആവശ്യകത നിറവേറ്റാൻ ഈ പദ്ധതി മതിയാകില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. അത്യന്തം അപകടകാരികളായിട്ടുള്ള 200 വിദേശ തടവുകാരെ ബ്രിട്ടനിലെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് നാട് കടത്തുന്നതിനുള്ള പദ്ധതിക്ക് കീഴിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ നാട് കടത്തിയത് വെറും 13 പേരെ മാത്രമെന്ന് റിപ്പോർട്ടുകൾ. അമിതമായ തിരക്കുള്ള ബ്രിട്ടീഷ് ജയിലുകളിൽ നിന്നും തടവുകാരെ മോചിപ്പിച്ച് തിരികെ അയക്കുന്നതിന് അൽബേനിയയുമായിട്ട് £8 മില്യൺ ഒരു കരാർ 2023 ഒപ്പിട്ടിരുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ കഴിയുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് 4 വർഷമോ
അതിലധികമോ കാലം തടവ് ശിക്ഷ ലഭിച്ച അൽബേനിയൻ കുറ്റവാളികളെ നാടുകടത്തുന്നതിനുള്ളതായിരുന്നു ഈ കരാർ. ബ്രിട്ടീഷ് ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാൻ ഇതുവഴി കഴിയുമെന്നും സർക്കാർ ഖജനാവിന് ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ പദ്ധതിക്ക് കീഴിൽ ഇതുവരെ വെറും 13 പേരെ മാത്രമാണ് മടക്കി അയച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അൽബേനിയൻ നീതിന്യായ മന്ത്രാലയത്തിലെ സ്രോതസ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഇപ്പോൾ 1200-നും 1500-നും ഇടയിൽ അൽബേനിയൻ വംശജർ ചെറുതും വലുതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ബ്രിട്ടീഷ് ജയിലുകളിലുണ്ട്. ബ്രിട്ടനിലെ മൊത്തം വിദേശ തടവുകാരുടെ 10% വരും ഇത്. ഇവരെ തിരിച്ചയക്കുന്നതിന് ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും അൽബേനിയൻ സർക്കാരിൻ്റെയും അനുമതി ആവശ്യമാണ്. ഇവരിൽ ഭൂരിഭാഗം പേരും അനധികൃതമായാണ് ബ്രിട്ടനിൽ കുടിയേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കി നാടുകടത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ആഗസ്റ്റ് മാസം അതിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നീങ്ങുമ്പോൾ ബ്രിട്ടനിൽ പലയിടങ്ങളിലും നീണ്ടു നിൽക്കുന്ന മഴയ്ക്കും പേമാരിക്കും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ 2-3 മാസങ്ങളിലായി തുടർച്ചയായി എത്തിയ 5 ഉഷ്ണതരംഗങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ 70% പ്രദേശങ്ങളെയും വെയിൽസിനെയും കടുത്ത വരൾച്ചയിലേക്ക് തള്ളിയിട്ടിരുന്നു. രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിടയ്ക്ക് തണുത്ത കാലാവസ്ഥയും മഴയും അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും വരൾച്ചയിൽ നിന്നും കരകയറാൻ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യേണ്ടതുണ്ട്. ബുധനാഴ്ചയോടെ ഇംഗ്ലണ്ടിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ വ്യാപകമായ നീണ്ടു നിൽക്കുന്ന മഴ ലഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മഴ പെയ്യുമെങ്കിലും ചൂടിന് ശമനമുണ്ടാകാനിടയില്ല. ഉഷ്ണവായു പ്രവാഹം ശക്തമാകുന്നതോടെ താപനില 26 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വ്യാഴാഴ്ചയോടെ പടിഞ്ഞാറൻ മിഡ്ലാൻഡ്സിൽ കനത്ത മഴയുണ്ടാകും. പിന്നീട് അത് മാഞ്ചസ്റ്ററിലേക്കും ലീഡ്സിലേക്കും വ്യാപിക്കും. കിഴക്കൻ ഇംഗ്ലണ്ടിലും കനത്ത മഴയെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാഞ്ചസ്റ്ററിലും ന്യൂ കാസിലും ഞായറാഴ്ച ഉച്ചയോടെ പേമാരിക്ക് സാധ്യതയുണ്ട്. ഇടയ്ക്ക് ചൂടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുമെങ്കിലും താപനില ശരാശരിയോട് അടുത്തതായി തുടരുമെങ്കിലും ദീർഘനാൾ നീണ്ടു നിൽക്കാത്തതിനാൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത കുറവായിരിക്കും. വ്യാഴാഴ്ച ലണ്ടനിൽ താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ താപനില 20 ഡിഗ്രിക്കും 25 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. സെപ്റ്റംബർ അവസാനത്തോടെ ഇംഗ്ലണ്ടിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ചൂടുള്ള കാലാവസ്ഥ തിരികെ എത്തുമെന്നും മെറ്റ് ഓഫീസ് പ്രവചിക്കുന്നു. ഇറാൻ്റെ ജീവവായുവായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കുക എന്ന ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ കടുത്ത ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ച അമേരിക്ക തിങ്കളാഴ്ച US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റാണ് ഇറാനെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ഇക്കണോമിക് ഡേയ്ക്ക് തുടക്കമിട്ടത്. പുതിയ നീക്കത്തിൻ്റെ ഭാഗമായി ഇറാനുമായി ബന്ധപ്പെട്ട ഏകദേശം 60 വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കപ്പലുകൾ എന്നിവയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ഡോളർ അടിസ്ഥാനമാക്കിയുള്ള ധനകാര്യ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അവയ്ക്കുമേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ഭീഷണി. അതേസമയം ഏതൊക്കെ വ്യാപാര പങ്കാളികളെയാണ് ലക്ഷ്യമിടുന്നതെന്നോ നടപടികൾ എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്നോ പറഞ്ഞിട്ടില്ല. ഇറാൻ്റെ ആണവ മിസൈൽ സാങ്കേതിക വിദ്യാ സംഭരണം, സൈബർ പ്രവർത്തനങ്ങൾ, എണ്ണ വരുമാനം എന്നിവയ്ക്ക് സഹായം നൽകുന്ന ശൃംഖലകളെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഇറാൻ തകർച്ചയിലാണ് എന്നും ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധി നേരിടുകയാണ് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. തങ്ങളുടെ സാമ്പത്തിക ദേശീയ താൽപ്പര്യങ്ങൾക്ക് ഭീഷണി ഉണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തടയാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക സാഹചര്യത്തിലല്ല നിലവിൽ അമേരിക്കയെന്ന് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് അവകാശപ്പെട്ടു. അവരുടെ ഭീഷണികളും പൊള്ളയായ വാക്കുകളും ആരും വിലക്കെടുക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. ചൈനയും റഷ്യയും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തങ്ങളുമായി ബന്ധം തുടരുമെന്ന പ്രതീക്ഷയാണ് ഇറാനുള്ളത്. IT പ്രൊഫഷനുകൾ ഉൾപ്പെടെ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് US നൽകി വരുന്ന H1B വിസ അപേക്ഷകർക്ക് $1,32,65, അതായത് ഏകദേശം 98 ലക്ഷം രൂപ അധിക ഫീസ് ഏർപ്പെടുത്താൻ അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നിർദ്ദേശം മുന്നോട്ട് വച്ചു. നിലവിലുള്ള ഫീസുകൾക്ക് പുറമെയാണ് ഇത്. US സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദമോ അതിനു മുകളിലുള്ള യോഗ്യതയോ നേടിയവർക്ക് ലഭിക്കുന്ന അഡ്വാൻസ്ഡ് ഡിഗ്രി എക്സംഷൻ വിഭാഗത്തിലെ അപേക്ഷകൾക്കും അധിക ഫീസ് ബാധകമാകും. H1B വിസയുടെ 70% ഗുണഭോക്താക്കളും ഇന്ത്യക്കാരാണെന്നിരിക്കെ ഇന്ത്യൻ പ്രൊഫഷനുകളെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ് ഈ തീരുമാനം. നിലവിൽ പ്രതിവർഷം 65,000 H1B വിസകളാണ് സാധാരണ വിഭാഗത്തിൽ അനുവദിക്കുന്നത്. ഇതിനു പുറമെ US-ൽ നിന്ന് മാസ്റ്റേഴ്സോ അതിനു മുകളിലോ യോഗ്യത നേടിയവർക്ക് 20,000 വിസകൾ കൂടി അനുവദിക്കുന്നുണ്ട്. ഈ 85,000 വിസ അപേക്ഷകളാണ് പുതിയ നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. ഈ പരിധിക്ക് പുറത്തുള്ള അപേക്ഷകൾക്ക് ഇത് ബാധകമല്ല. സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ സമർപ്പിക്കുന്ന അപേക്ഷകൾ ഇതിൽപ്പെടും. H1B അപേക്ഷകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പരിശോധന, ഫെഡറൽ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുണ്ടാകുന്ന ചിലവ് തിരിച്ചുപിടിക്കുവാനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത് എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അതിലൂടെ പ്രതിവർഷം ഏകദേശം $880 കോടി വരുമാനം ലഭിക്കുമെന്നാണ് കരുതുന്നത്.
നിർദ്ദേശം സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് 30 ദിവസത്തിനുള്ളിൽ അഭിപ്രായങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനം. കഴിഞ്ഞ വർഷം H1B വിസയ്ക്ക് $1,00,000 ഫീസ് ഏർപ്പെടുത്തുവാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ നീക്കം പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് മരവിപ്പിച്ചിരുന്നു. അമേരിക്കയിലെ സൗത്ത് കരോലിനയിൽ അന്തരിച്ച സെനറ്റർ ലിൻസി ഗ്രഹാമിൻ്റെ പിൻഗാമിയാകുവാനുള്ള മത്സരത്തിൽ സഹോദരി ഡാർലിൻ ഗ്രഹാമിന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിർണായക വിജയം. ഓഗസ്റ്റ് 25-ന് നടന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി നിർണായക രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം റാൽഫ് നോർമനെ പരാജയപ്പെടുത്തിയാണ് 62-കാരിയായിട്ടുള്ള ഡാർലിൻ ഗ്രഹാം മുന്നിലെത്തിയത്. 93% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഡാർലിന് 52.4% വോട്ടും നോർമന് 47.6% വോട്ടുമാണ് ലഭിച്ചത്. ഇതോടെ നവംബറിൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ആനി ആൻഡ്രൂസിനെ ഡാർലിൻ നേരിടും. ശിശുരോഗ വിദഗ്ധയും പുരോഗമന രാഷ്ട്രീയ പ്രവർത്തകയുമായിട്ടുള്ള ആൻഡ്രൂസാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി. സൗത്ത് കരോലിനയിൽ 1998-ന് ശേഷം ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിക്കും സെനറ്റ് സീറ്റ് നേടാനായിട്ടില്ല. അതിനാൽ നവംബർ തിരഞ്ഞെടുപ്പിലും ഡാർലിൻ ഗ്രഹാമിന് മുൻതൂക്കമുണ്ട് എന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ആദ്യം 2027 ജനുവരി വരെ ലിൻസിയുടെ കാലാവധി പൂർത്തിയാക്കുവാൻ ഡാർലിനെ നിയമിക്കണമെന്ന് ട്രംപ് പിന്തുണച്ചിരുന്നു. തുടർന്ന് 6 വർഷത്തെ പൂർണ്ണ കാലാവധിക്കായി മത്സരിക്കുവാനും അദ്ദേഹം പിന്തുണ നൽകി. കഴിഞ്ഞ ആഴ്ച മിർട്ടിൽ ബീച്ചിൽ ഡാർലിന് വേണ്ടി പ്രചാരണത്തിനായി ട്രംപ് നേരിട്ടെത്തിയിരുന്നു. ഡാർലിൻ വിജയിച്ചാൽ മിർട്ടിൽ ബീച്ചിലെ മികച്ച ഗോൾഫ് കളിക്കാരനുമായി താൻ മത്സരിക്കാമെന്ന് പിന്തുണക്കാരുടെ യോഗത്തിൽ ട്രംപ് തമാശ രൂപേണ പറയുകയും ചെയ്തിരുന്നു. കോൺഗ്രസിലെ തൻ്റെ ഏറ്റവും ശക്തമായ പിന്തുണക്കാരിൽ ഒരാളായിരുന്നു ലിൻസി ഗ്രഹാം. ഡാർലിനെ മറ്റാരെക്കാളും കൂടുതൽ ബഹുമാനിച്ചിരുന്നുവെന്നും ട്രംപ് പറയുന്നു. ട്രംപിൻ്റെ അടുത്ത സഖ്യകക്ഷിയായിരുന്ന ലിൻസി ഗ്രഹാം ജൂലൈയിൽ 71-ാം വയസ്സിൽ അപ്രതീക്ഷിതമായി മരിച്ചു. മരണത്തിന് 3 ദിവസത്തിനകം സൗത്ത് കരോലിന ഗവർണർ ഹെൻറി മാക്മസ്റ്റർ ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ഡാർലിനെ സെനറ്റിലേക്ക് നിയമിച്ചു. രാഷ്ട്രീയത്തിൽ നേരത്തെ വലിയ പരിചയമില്ലാതിരുന്ന ഡാർലിനാണ് പിന്നീട് സ്ഥിരം സ്ഥാനാർത്ഥിയാകുവാനുള്ള പോരാട്ടത്തിലും വിജയിച്ചു കയറിയത്. ഓഗസ്റ്റ് 11 നടന്ന റിപ്പബ്ലിക്കൻ പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ 10 സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോൾ ഡാർലിനും റാൽഫ് നോർമനും മുന്നിലെത്തി. ആർക്കും ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഡാർലിനും നോർമനും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായിരുന്നു. 5 തവണ കോൺഗ്രസ് അംഗമായ നോർമൻ അതിരൂക്ഷ യാഥാസ്ഥിതിക വിഭാഗമായിട്ടുള്ള ഹൗസ് ഫ്രീഡം കോക്കസിൻ്റെ ഉപാധ്യക്ഷനുമാണ്. വാഷിംഗ്ടണിൽ നോർമൻ നടത്തിയ ചില വോട്ടെടുപ്പുകൾ ട്രംപിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായിരുന്നുവെന്ന് ഡാർലിൻ ആരോപിക്കുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് നിരക്ക്. ഒരു പൗണ്ട് 129.85 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.17 യൂറോ. ഒരു US ഡോളർ 95.22 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 111.31 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.85 ഇന്ത്യൻ രൂപ. ഇനി നാഷണൽ വാർത്തകൾ. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസ്. നാഗ്പൂരിലെ പ്രസംഗം ചില ചാനലുകൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തു എന്ന് മന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. യുവതലമുറ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും തനിക്ക് ഇനിയും ഒരുപാട് ജോലി ചെയ്യാൻ കഴിയില്ലെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു. ഗഡ്കരി നയിക്കുന്ന ലക്ഷ്മൺ റാവു മങ്കർ ട്രസ്റ്റിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് എന്നാണ് മന്ത്രിയുടെ ഓഫീസിൻ്റെ വിശദീകരണം. രാഷ്ട്രീയവുമായി ഈ പ്രസംഗത്തിന് ബന്ധമില്ലെന്നും മന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗഡ്കരിക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രസംഗം വലിയ ചർച്ചയായത്. ട്രസ്റ്റിൻ്റെ ചുമതലകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിനെക്കുറിച്ചാണ് മന്ത്രി സംസാരിച്ചത് എന്നും എന്നാൽ ചില മാധ്യമങ്ങൾ ഇതിനെ രാഷ്ട്രീയ പ്രസ്താവനയായി തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നുവെന്നും ഗഡ്കരിയുടെ ഓഫീസ് ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നാഗ്പൂരിൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കവെയാണ് 3 പതിറ്റാണ്ടിലേറെ നീണ്ട തൻ്റെ പൊതുജീവിതത്തെക്കുറിച്ച് നിതിൻ ഗഡ്കരി സംസാരിച്ചത്. ഈ കാലയളവിൽ അനേകം ഉന്നത ചുമതലകൾ വഹിക്കുകയും അംഗീകാരങ്ങൾ നേടുകയും തിരിച്ചടികൾ നേരിടുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനാൽ ഇനി മുൻപത്തെ പോലെ കഠിനാധ്വാനം ചെയ്യാൻ സാധിക്കില്ല എന്നും പുതിയ തലമുറ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പൊതുപ്രവർത്തനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും പാർട്ടിക്ക് വേണ്ടി സമയമൊന്നും നോക്കാതെ അധ്വാനിക്കുകയും യാത്രകളിൽ ലഭിക്കുന്ന ഭക്ഷണം കഴിച്ച് ലളിതമായി ജീവിക്കുകയും ചെയ്യുന്ന ശീലമാണ് തനിക്കുണ്ടായിരുന്നത് എന്നുകൂടി അദ്ദേഹം ഓർമ്മിച്ചിരുന്നു. എന്നാൽ കോവിഡ് കാലഘട്ടത്തിന് ശേഷം തൻ്റെ ജീവിതശൈലിയിൽ കൃത്യമായ അച്ചടക്കം കൊണ്ടുവരുവാൻ സാധിച്ചതായി ഗഡ്കരി വ്യക്തമാക്കി. നിലവിൽ താൻ പതിവായി യോഗ ചെയ്യാറുണ്ട് എന്നും ആരോഗ്യ പരിപാലനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. പൊതുരംഗത്തുള്ള എല്ലാവരും സ്വന്തം ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. തമിഴ്നാട് സർക്കാരിൻ്റെ തായ്മാമൻ തങ്കമോതിരം പദ്ധതിക്കായുള്ള സ്വർണ്ണമോതിരങ്ങൾ സൂക്ഷിക്കുവാൻ സംസ്ഥാനത്തുടനീളം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 107 നിലവറകൾ ഉടൻ സ്ഥാപിക്കും. സെപ്റ്റംബർ 15-നാണ് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പദ്ധതിക്ക് തുടക്കം കുറിക്കുക. അതിനു മുൻപ് നിലവറകളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് നിർദ്ദേശം. സ്വർണ്ണമോതിരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കട്ടിയുള്ള സ്റ്റീൽ അലമാരകളും നൂതന സാങ്കേതികതയിലുള്ള
പൂട്ടൽ സംവിധാനങ്ങളും ഉണ്ടാകും. തമിഴ്നാട് സർക്കാരിൻ്റെ തായ്മാമൻ തങ്കമോതിരം പദ്ധതിക്കുള്ള സ്വർണ്ണമോതിരങ്ങൾ സൂക്ഷിക്കാൻ സംസ്ഥാനത്തുടനീളം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 107 നിലവറകൾ ഉടൻ സ്ഥാപിക്കും. 3 വശങ്ങളിലും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഇടത്തായിരിക്കും ആഭരണ സംഭരണ മുറിയൊരുക്കുക. ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, ഉപജില്ലാ ആശുപത്രികൾ എന്നിവയുമായി നിലവറകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനുള്ള ഉദ്യോഗസ്ഥ സംവിധാനമുണ്ടാകും. സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം വീതം സ്വർണ്ണമോതിരം നൽകുന്നതാണ് തായ്മാമൻ തങ്കമോതിരം പദ്ധതി. സർക്കാർ ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിജയ് ഈ പദ്ധതി പ്രഖ്യാപിച്ചതും. തമിഴ്നാട്ടിൽ ഒരൊറ്റ ദിവസം 250 പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങി. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതായത് MTC, തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് വാങ്ങിയ പുതിയ ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിർവഹിച്ചു. പുതിയ ബസ്സുകളിൽ 130 എണ്ണം ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രീൻ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറങ്ങുന്നത്. പുതിയ ബസ്സുകളിൽ മുഖ്യമന്ത്രി വിജയ് പരിശോധനയും നടത്തി. തമിഴ്നാട്ടിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 250 പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങിയിരിക്കുന്നു. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് വാങ്ങിയ പുതിയ ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് സെക്രട്ടേറിയറ്റിൽ നടന്നു. വാണിജ്യ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള അശോക് ലെയ്ലാൻഡിൻ്റെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള സ്വിച്ച് മൊബിലിറ്റിയിൽ നിന്നാണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിക്കൂട്ടിയത്. 130 ഇലക്ട്രിക് ബസ്സുകൾക്കായിട്ട് 234.5 കോടി രൂപയാണ് ചെലവഴിച്ചത്. 120 മറ്റ് ബസ്സുകൾക്കായിട്ട് 55.8 കോടി രൂപ ചെലവായി. പുതുതായി വാങ്ങിയ 130 ബസ്സുകളിൽ 80 എണ്ണം MTCയുടെ അലന്തൂർ ഡിപ്പോയിലും 50 എണ്ണം സെൻട്രൽ ഡിപ്പോയിലും വിന്യസിക്കും. നിലവിൽ ചെന്നൈയുടെ പരിധിയിൽ പ്രവർത്തിക്കുന്ന MTC 625 ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകൾ സർവീസുകൾ നടത്തുന്നുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ വൻ പ്രതിഷേധവുമായിട്ട് UDF. മലബാറിലെ MPമാർ ഇന്ന് നിരാഹാരമിരിക്കുകയാണ്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തിയ നീക്കമാണ് ഡിവിഷൻ വിഭജനത്തിന് പിന്നിലെന്ന് UDF ആരോപിച്ചു. അതേസമയം പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റുവാനുള്ള റെയിൽവേ ബോർഡിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ വൻ പ്രതിഷേധവുമായി UDF രംഗത്ത്. കേരളത്തിൻ്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കാവുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം സംബന്ധിച്ച് കേരള സർക്കാരുമായിട്ട് യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തത് എന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ കേരളത്തിൻ്റെ തിരിച്ചടി കർണാടകത്തിന് വലിയ നേട്ടമാണ്. മൈസൂരു റെയിൽവേ ഡിവിഷൻ്റെ വരുമാനം വർദ്ധിക്കും. വാർഷിക വരുമാനത്തിൽ 500-600 കോടി രൂപയുടെ വർധനവായിരിക്കും ഉണ്ടാവുക. എന്നാൽ പനമ്പൂർ നഷ്ടമാകുന്നത് പാലക്കാട് ഡിവിഷൻ്റെ വരുമാനം ചോർത്തും. വാർഷിക വരുമാനത്തിൽ 1100 കോടിയോളം രൂപയുടെ കുറവുണ്ടാകും. പാലക്കാടിൻ്റെ 90% വരുമാനവും ചരക്ക് നീക്കത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. മംഗളൂരു സെൻട്രൽ, മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷനുകൾ പോകുന്നത് ടിക്കറ്റ് വരുമാനത്തെയും ബാധിക്കും. റെയിൽവേക്ക് വരുമാനം കുറയില്ല എങ്കിലും കേരളത്തിന് ഇത് തിരിച്ചടിയാകും. പാലക്കാട് ഡിവിഷൻ്റെ നിലനിൽപ്പ് തന്നെ ഇതിലൂടെ പ്രതിസന്ധിയിലായേക്കും. ഓണം നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കുന്ന അവസരമാണ് എന്നും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഒരുമയുടെ നല്ല നാളുകൾ വരട്ടെ എന്നതാണ് ഓണത്തിൻ്റെ സന്ദേശമെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിലെ വേദിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കുഞ്ഞാലിക്കുട്ടി. ഓണം നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കട്ടെ എന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഒരുമയുടെ കഥകൾ പറയുന്ന നിരവധി ചരിത്രം നമുക്കുണ്ട് എന്നും അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെന്നും മനുഷ്യർ തമ്മിലുള്ള ജാതി മത വ്യത്യാസങ്ങൾ മറന്ന് ഓണം ഒരുമയുടെ ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നു. എല്ലാവർക്കും നല്ല നാളുകൾ വരുവാനുള്ള പ്രതിജ്ഞയെടുക്കുകയാണ് ഇതിലൂടെയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K ജയന്ത് MLA അധ്യക്ഷനായി, MK രാഘവൻ MP മുഖ്യ അതിഥിയായി, MLA-മാരായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രവീൺകുമാർ, MA റസാഖ് മാസ്റ്റർ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, പാറക്കൽ അബ്ദുള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, കോർപ്പറേഷൻ കൗൺസിലർമാരായിട്ടുള്ള സഫറി വെള്ളയിൽ, കൂടാതെ NB സഫിയ, സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സ്വാഗതവും ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ഭാരവാഹികൾ, കലാ, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് മാതാ പേരാമ്പ്രയുടെ ദൃശ്യ ശ്രവ്യാവിഷ്കാരവും തൈക്കുടം ബ്രിഡ്ജ് ബാൻഡിൻ്റെ സംഗീത പരിപാടിയും അരങ്ങേറി. ശബരിമല ദർശനം പോലീസ് തടഞ്ഞുവെന്നാരോപിച്ച് ട്രാൻസ്ജെൻഡർ യുവതി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും വിശദീകരണം തേടി. തമിഴ്നാട് സ്വദേശി 48-കാരിയായിട്ടുള്ള സത്യശ്രീ ശർമിള റഹമത്തലിയാണ് കോടതിയെ സമീപിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിക്കാതെ കോടതി നോട്ടീസിന് നിർദ്ദേശിച്ചു. വിശ്വാസിയായ താൻ വ്രതമെടുത്ത് പമ്പയിലെത്തിയെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെന്ന കാരണത്താൽ പോലീസ് തടഞ്ഞുവെന്നാണ് ആരോപിക്കുന്നത്. കഴിഞ്ഞ 20-ന് പമ്പ ഗണപതി കോവിലിന് സമീപത്ത് വെച്ചാണ്
സത്യശ്രീയെ പോലീസ് തടഞ്ഞത്. ട്രാൻസ്ജെൻഡറുകളെ മല കയറാൻ അനുവദിക്കരുത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഇത്. മുൻപും താൻ ശബരിമല ദർശനം നടത്തിയിട്ടുണ്ട് എന്നും ഇത്തവണത്തെ തടയൽ വിവേചനപരമാണ് എന്നും ഹർജിയിൽ ആരോപിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് മടക്കി അയക്കുകയായിരുന്നു ഇവരെ. ഇരുമുടിക്കൊട്ട് ബലമായി വാങ്ങിയെന്നും ഇത് വലിയ മാനസിക വിഷമമുണ്ടാക്കിയെന്നും സത്യശ്രീ പറയുന്നു. വിഷയം സെപ്റ്റംബർ 3 പരിഗണിക്കും. കായിക വാർത്തകൾ. ഇന്ത്യ ബ്രസീൽ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി മറ്റൊരു ഗ്ലാമർ പോരാട്ടം കൂടി നടക്കുന്നു. ഒക്ടോബറിൽ ബ്രസീലിനെ നേരിടുന്നതിന് മുമ്പ് ഇന്ത്യ കോൺകാഫ് മേഖലയിലെ കരുത്തരായിട്ടുള്ള പാനമയെ നേരിടും. സെപ്റ്റംബർ 26-നാണ് മത്സരം. വേദിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇന്ത്യ ബ്രസീൽ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായിട്ട് മറ്റൊരു ഗ്ലാമർ പോരാട്ടം കൂടി നടക്കുന്നു. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ ഇന്ത്യ നേരിടുക ഒക്ടോബർ 3-ന്. കൊൽക്കത്തയിലെ വിവേകാനന്ദ യൂബ ഭാരതി ക്രിരിങ്കൻ സ്റ്റേഡിയമാണ് വേദി. ഫിഫ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്തുള്ള ടീമാണ് ബ്രസീൽ. 1992-ൽ ഫിഫയുടെ ലോക റാങ്കിംഗ് സമ്പ്രദായം നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യൻ ടീം എതിരിടുന്ന ഏറ്റവും ഉയർന്ന റാങ്കിംഗ് ടീമാണ് ബ്രസീൽ. ഫിഫ റാങ്കിങ്ങിൽ 44-ാമതുള്ള പാനമ 2026 ലോകകപ്പ് കളിച്ചിരുന്നു. ലോകകപ്പിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എല്ലിലായിരുന്നു പാനമ. ഗ്രൂപ്പിലെ 3 മത്സരവും തോറ്റവർ പുറത്താവുകയും ചെയ്തു. ഇന്ത്യക്ക് എന്നായിരിക്കും ലോകകപ്പ് വേദിയിൽ എത്താൻ കഴിയുക? നന്മയുടെ പൂവിളിയുമായി ഇന്ന് തിരുവോണം. സദ്യയും കാഴ്ചവട്ടവുമായി ഓണത്തിരക്കിലാണ് മലയാളികൾ. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകൾ ഒരുക്കി ഇന്ന് പൊൻതിരുവോണം ആഘോഷിക്കുന്നു. ഉത്സവദിനത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. പൂക്കളവും ഓണക്കോടിയും തിരുവോണ സദ്യയും കാഴ്ചവട്ടങ്ങളുമൊക്കെയായി നാടെങ്ങും ആഘോഷം. പ്രവാസികളും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. സാംസ്കാരിക സംഘടനകളും ക്ലബ്ബുകളുടെ നേതൃത്വത്തിലും പരമ്പരാഗത ഓണക്കളികൾ. യൂറോപ്യൻ യൂണിയന്റെ പദ്ധതികളിൽ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം അഥവാ എറ്റിയാസ് പ്രാബല്യത്തിൽ വരുന്നു. ഷെൻജൻ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ പൗരന്മാരല്ലാത്തവർക്ക് ആവശ്യമായി വരുന്ന ഓൺലൈൻ പെർമിറ്റാണ് എറ്റിയാസ്. പദ്ധതി നടപ്പിലാക്കുക യൂറോപ്യൻ ബോർഡർ ആൻഡ് കോസ്റ്റ് ഗാർഡ് ഏജൻസിയായ ഫ്രണ്ടക്സ്. ഇത് ബാധകമാവുക യൂറോപ്യൻ യൂണിയൻ സന്ദർശിക്കുന്നതിന് വിസ ആവശ്യമില്ലാത്ത 59 രാജ്യങ്ങളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നുമുള്ളവർക്ക്. UK-യിൽ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ജോലി ചെയ്യുന്ന 350-ലധികം ജീവനക്കാർ 24 മണിക്കൂർ പണിമുടക്കിലേക്ക് നീങ്ങി. NHS ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട 4 ആശുപത്രികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നഴ്സുമാർ, ക്ലിനിക്കൽ സപ്പോർട്ട് വർക്കർമാർ, ഹൗസ് കീപ്പർമാർ എന്നിവർ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് പണിമുടക്കുന്നത്. ഓവർ ടൈം ഷിഫ്റ്റുകളിൽ പുറത്തുനിന്നുള്ള ഏജൻസി വഴി NHS പ്രൊഫഷണലുകളുടെ സഹായം തേടുന്ന ട്രസ്റ്റിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. 24 മണിക്കൂർ നേരത്തെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് സാൽഫോർഡ് റോയൽ ഓൾഡാം, റോച്ച്ഡെയിൽ ഇൻഫർമറി, ഫ്രെയിൽഫീൽഡ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ജീവനക്കാർ. ഇംഗ്ലണ്ടിൽ കോവിഡ് മഹാമാരിക്ക് ശേഷം വിഷാദരോഗവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 2025-ൽ 7-ൽ ഒരാൾക്ക് വീതം ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചതായി കണക്കുകൾ. 12 മാസത്തിനിടെ 91 ലക്ഷം രോഗികൾക്ക് ആൻറ്റി ഡിപ്രസൻറ്റുകൾ നിർദ്ദേശിച്ചതായും 5 വർഷം മുമ്പുള്ളതിനെ അപേക്ഷിച്ച് 15% വർധന രേഖപ്പെടുത്തിയതായും റിപ്പോർട്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വിഷാദരോഗം കണ്ടെത്തപ്പെടാനും ആൻറ്റി ഡിപ്രസൻറ്റുകൾ നിർദ്ദേശിക്കപ്പെടുവാനും ഏകദേശം ഇരട്ടി സാധ്യതയെന്ന കണ്ടെത്തൽ. ഇറാന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കുക എന്ന ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ കടുത്ത ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ച അമേരിക്ക. പുതിയ നീക്കത്തിൻ്റെ ഭാഗമായി ഇറാനുമായി ബന്ധപ്പെട്ട ഏകദേശം 60 വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കപ്പലുകൾ എന്നിവയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ഡോളർ അടിസ്ഥാനമാക്കിയുള്ള ധനകാര്യ വ്യവസ്ഥിതിയിൽ നിന്ന് പുറത്താക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസൺ. തങ്ങളുടെ സാമ്പത്തിക ദേശീയ താൽപ്പര്യങ്ങൾക്ക് ഭീഷണി ഉണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ. അമേരിക്കയിൽ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന H-1B വിസ അപേക്ഷകൾക്ക് 98 ലക്ഷം രൂപ അധിക ഫീസ് ഏർപ്പെടുത്താൻ അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ വകുപ്പ്. US സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദമോ അഡ്വാൻസ്ഡ് ഡിഗ്രി എക്സെപ്ഷൻ വിഭാഗത്തിലെ അപേക്ഷകർക്കും അധിക ഫീസ് ബാധകമാകും. സുരക്ഷാ പരിശോധന, ഫെഡറൽ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുണ്ടാകുന്ന ചിലവ് തിരിച്ചുപിടിക്കുവാനാണ് ഫീസ് ഏർപ്പെടുത്തുന്നതെന്ന് മന്ത്രാലയം. $880 കോടി വരുമാനം ലഭിക്കുമെന്ന് അധികൃതർ. പുതിയ തീരുമാനം കൂടുതലായി ബാധിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകളെ. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നാഗ്പൂരിലെ പ്രസംഗം ചില ചാനലുകൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തുവെന്ന് മന്ത്രിയുടെ ഓഫീസ്. പ്രസംഗം വലിയ ചർച്ചയായത് മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗഡ്കരിക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ. യുവതലമുറ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും തനിക്കിനിയും ഒരുപാട് ജോലി ചെയ്യാൻ കഴിയില്ലെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞത് രാഷ്ട്രീയ പ്രസ്താവനയായി
തെറ്റായി ചിത്രീകരിച്ചുവെന്ന് മന്ത്രിയുടെ ഓഫീസ്. രാഷ്ട്രീയവുമായി ഈ പ്രസംഗത്തിന് ബന്ധമില്ലെന്നും ട്രസ്റ്റിൻ്റെ ചുമതലകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിനെക്കുറിച്ചാണ് മന്ത്രി സംസാരിച്ചതെന്നും ഓഫീസ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ വൻ പ്രതിഷേധവുമായി UDF. മലബാറിലെ MP മാർ തിരുവോണ ദിവസം നിരാഹാരമിരിക്കുന്നു. ഡിവിഷൻ വിഭജനത്തിന് പിന്നിൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തിയ നീക്കമാണെന്ന് UDFൻ്റെ ആരോപണം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ റെയിൽവേ ബോർഡിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തത് എന്ന് മുഖ്യമന്ത്രി. റെയിൽവേക്ക് വരുമാനം കുറയില്ല എങ്കിലും കേരളത്തിന് തിരിച്ചടിയും. പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലുമാകും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.